ഏശയ്യാ 31 അധ്യായം. ജെറുസലേമിന് സംരക്ഷണം. കർത്താവിനോട് ആലോചന ചോദിക്കുകയോ ഇസ്രായേലിന്റെ പരിശുദ്ധനിലേക്ക് ദൃഷ്ടി ഉയർത്തുകയോ ചെയ്യാതെ സഹായം തേടി ഈജിപ്തിലേക്ക് പോവുകയും കുതിരയിൽ ആശ്രയിക്കുകയും രഥങ്ങളുടെ എണ്ണത്തിലും കുതിരപ്പടയാളികളുടെ കരുത്തിലും വിശ്വാസമർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. അവിടുന്ന് ജ്ഞാനിയും നാശം വരുത്തുന്നവനും ആണ്. അവിടുന്ന് തന്റെ വാക്കു പിൻവലിക്കുകയില്ല. തിന്മ പ്രവർത്തിക്കുന്നവരുടെ ഭവനങ്ങൾക്കെതിരായും അനീതി പ്രവർത്തിക്കുന്നവരെ സഹായിക്കുന്നവർക്കെതിരായും അവിടുന്ന് എഴുന്നേൽക്കും. ഈജിപ്തുകാർ മനുഷ്യരാണ്, ദൈവമല്ല. അവരുടെ കുതിരകൾ ജഡമാണ്, ആത്മാവല്ല. കർത്താവ് കരമുയർത്തുമ്പോൾ സഹായകൻ ഇടറുകയും സഹായിക്കപ്പെട്ടവൻ വീഴുകയും അവർ ഒരുമിച്ച് നശിക്കുകയും ചെയ്യും. കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, സിംഹമോ സിംഹക്കുട്ടിയോ ഇരയുടെ നേരെ മുരളുമ്പോൾ ഒരു കൂട്ടം ഇടയന്മാർ അതിനെതിരെ ചെന്നാലും അവർ ഒച്ചവയ്ക്കുന്നത് കേട്ട് അവ പേടിക്കുകയോ പരിഭ്രമിക്കുകയോ ചെയ്യാത്തതുപോലെ സൈന്യങ്ങളുടെ കർത്താവ് യുദ്ധം ചെയ്യാൻ സിയോൻ പർവ്വതത്തിലും അതിന്റെ കുന്നുകളിലും ഇറങ്ങിവരും. പക്ഷി ചിറകിൻ കീഴിലെന്നപോലെ സൈന്യങ്ങളുടെ കർത്താവ് ജെറുസലേമിനെ സംരക്ഷിക്കും. അവിടുന്ന് അതിനെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും അഭയം നൽകി ജീവൻ പരിപാലിക്കുകയും ചെയ്യും. ഇസ്രായേൽ ജനമേ, നിങ്ങൾ കഠിനമായി മത്സരിച്ച് ഉപേക്ഷിച്ചവന്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുവിൻ. അന്നു നിങ്ങൾ സ്വന്തം കരം കൊണ്ട് പാപകരമായി പൊന്നും വെള്ളിയും കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങളെ വലിച്ചെറിയും. അസീരിയ മനുഷ്യന്റേതല്ലാത്ത ഒരു വാൾ കൊണ്ടു വീഴും. മനുഷ്യന്റേതല്ലാത്ത ഒരു വാൾ അവനെ സംഹരിക്കും. അവൻ വാളിൽ നിന്ന് ഓടിപ്പോകും. അവന്റെ യുവാക്കന്മാർ അടിമകളാകും. അവൻ തന്റെ അഭയശില വിട്ട് ഭീതിയോടെ ഓടിപ്പോകും. അവന്റെ സേവകന്മാർ പതാകയും ഉപേക്ഷിച്ച് സംഭ്രാന്തിയോടെ പലായനം ചെയ്യും. സിയോനിൽ അഗ്നി ജ്വലിപ്പിക്കുകയും ജെറുസലേമിൽ ആഴി കൂട്ടുകയും ചെയ്ത കർത്താവാണ് ഇത് അരുളിച്ചെയ്യുന്നത്.